പറയാനുള്ളത് പെട്ടെന്ന് പറയാം. ഇന്ന് മൊത്തം നിങ്ങളെല്ലാവരും കണ്ടത് നെയ്യാറ്റിൻകര ഗോപൻ. ഇത് ലാലേട്ടൻ്റെ ആറാട്ടിൻ്റെ സെക്കൻഡ് പാർട്ടല്ല, നമ്മൾ അതിലാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ന്യൂസിൽ ശ്രീ ബ്രഹ്മ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ സമാധിയെക്കുറിച്ചും അതിൻ്റെ കോൺട്രവേഴ്സികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്ത സമയത്ത് അന്നൊരു മനുഷ്യൻ പോലും ആ വീഡിയോയിലേക്ക് തിരിഞ്ഞു നോക്കില്ല. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ഹോട്ട് ടോപ്പിക്കാണല്ലോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇതിൽ തിരിഞ്ഞു നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഇതിൽ എനിക്ക് തോന്നിയ കുറച്ച് ഡൗട്ടുകൾ അത് വെക്കാൻ പോവാണ്. ഓക്കെ, ആസ് യൂഷ്വൽ. ഇന്ന് കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. കുടുംബം വരുന്നു, കരയുന്നു, കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല, സമാധി പൊളിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ കളക്ടർ വന്ന് സംസാരിക്കുന്നു. ആൻഡ് കളക്ടർ ഭയങ്കര ഹോട്ടാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ. കളക്ടർ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. കളക്ടർ ഹോട്ടാണ്, ക്യൂട്ടാണെന്നൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺ കളക്ടർക്ക് ഇത്ര ഹോട്ട് ക്യൂട്ട് കമൻസ് കിട്ടുന്നത്. എന്താണെങ്കിൽ അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് വെച്ചതാണ്. ഓക്കെ, എന്തായാലും അത് പോട്ടെ. നമുക്ക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയിലേക്ക് തന്നെ വരാം. സ്വാമിയുടെ മക്കളുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടിയും വരുന്നു. ഭയങ്കര കരച്ചിലും ഭയങ്കര ഒച്ചയും കൂടി. അതിൻ്റെ ഇടയിൽ കുറേ മുസ്ലിം തീവ്രവാദം, ഹിന്ദു ആചാരം വ്രണപ്പെടുത്തൽ, ആസ് യൂഷ്വൽ കുറേ വർഗീയ എലമെൻറ്റ്സ് വീട്ടുകാരും കുത്തിക്കയറ്റുന്നുണ്ട്. വീട്ടുകാരുടെ ഭാഗമായിട്ട് വന്ന RSS BJPക്കാരും സെയിം പരിപാടി കുത്തിയിളക്കി വിടുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് വളരെ കോമഡി ആയിട്ടാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ടത്. ഇനി ഈ മകൻ എന്ന് പറഞ്ഞ വ്യക്തി അച്ഛനെ കൊണ്ടുപോയി ഈ പറഞ്ഞ എന്താ പറയുക സമാധിയിൽ അങ്ങോട്ട് ഫുള്ള് പരിപാടിയും ചെയ്തു കൊടുത്ത, അച്ഛൻ സ്വമേധയാ സമാധിയായപ്പോൾ കല്ലറ പണിഞ്ഞു കൊടുത്ത മകൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അച്ഛൻ സമാധിയായപ്പോൾ അതിൻ്റെ ഡേറ്റ്, ടൈം, നടന്ന കാര്യങ്ങൾ ഇത് വെച്ചിട്ട്, ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ സാധനം ഡീകോഡ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതായത് ഇവൻ പറഞ്ഞ സംഗതികളിൽ, ഈ മകൻ പറഞ്ഞ സംഗതികളിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നു പോലീസ് ഈ ഒരു കേസ് അന്വേഷണം പോസ്റ്റ്മോർട്ടം നടത്താതെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യനെ വിളിച്ചാൽ മതിയായിരിക്കും. ഈ ഹിന്ദു ആചാരങ്ങളും സമയവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നൊരു ജ്യോത്സ്യനെ വിളിച്ചാൽ ചിലപ്പോൾ അത് തെളിയുമായിരിക്കും. എന്താണെങ്കിൽ നമുക്ക് നോക്കാം. 10:30-ക്കാണ് അച്ഛൻ അവിടെ പറഞ്ഞത്. ഈ പ്രാണായാമ കർമ്മം തുടങ്ങുന്നതിന് 10:30 അച്ഛൻ ഇരുന്നു. ആ പത്മപീഠത്തിൽ 10:30 ഇരുന്ന് പ്രാണായാമം പൂർത്തിയായി. അതായത് ഈ മകൻ പറയുന്നത് അച്ഛൻ പ്രാണായാമ കർമ്മങ്ങൾക്ക് വേണ്ടി 10:30 പീഠത്തിൽ ഇരുന്നു എന്നാണ്. 10:30, നിങ്ങൾ ആലോചിക്കണം. ഈ 10:30 എന്ന് പറയുന്നതിൽ തന്നെ ദർ ഈസ് സം കോംപ്ലിക്കേഷൻസ്. ജനുവരി 9 ദിവസത്തിലെ അശുഭകാലം, സമയം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ സമാധിയിലേക്ക് പോകുമ്പോൾ അത് അശുഭകാലത്തോ അല്ലെങ്കിൽ അശുഭ സമയത്തോ പോവില്ല. അയാൾക്ക് സമാധിയാവുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ്. അയാൾ ബ്രഹ്മത്തിലേക്ക് പോവുകയാണ്, മനുഷ്യനിൽ നിന്ന് മാറി ബ്രഹ്മമാവുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാവുമ്പോൾ ഈ 9-ാം തീയതി എപ്പോഴാണ് ഈ പറഞ്ഞ അശുഭകാലം എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുകാലം, യമകണ്ഠകാലം, ഗുളികകാലം. ഈ പറഞ്ഞ മകൻ പറഞ്ഞ ഒരു സമയം വെച്ചാണെന്നുണ്ടെങ്കിൽ ഗുളികകാലത്തിൽ, അശുഭകാലത്തിൽ ആരെങ്കിലും സമാധിയാവുമോ? റോങ്. അപ്പം മകൻ പറഞ്ഞ അവിടെ ആ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു വെട്ടിട്ടിട്ട്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ അശുഭകാലം ശുഭകാലം എന്നൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഡീകോഡ് ചെയ്തിട്ട് ഇവനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ പറയുന്ന റാങ് എന്ന് വേണമെങ്കിൽ തെളിയിക്കാം. ഓക്കെ, അപ്പം മകൻ പറഞ്ഞ സമയത്ത് തന്നെ ഒരച്ഛൻ, ഒരു യോഗി, ഒരു ബ്രഹ്മത്തിലേക്ക് അലിയാൻ പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യില്ല, അവിടെ പോയി ഇരിക്കില്ല. ഏമ്പക്കം ഇടാൻ പോയിരുന്നതായിരിക്കും പാവം, വല്ലതും കഴിച്ചിട്ട്. അപ്പോൾ കൊണ്ടുപോയിട്ട് അയ്യോ സമാധി ആവണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്ല് വെച്ചതായിരിക്കാം. അപ്പം എന്തായാലും സമയം, അശുഭ സമയത്ത് ആരും പോയിട്ട് ഒരിക്കലും സമാധിയാവില്ല. ഓക്കെ, അപ്പം അത് തന്നെ ഒരു തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു വീക്ഷണ ഹോളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഓരോ ജീവകലകൾ ഉണർത്തണം. ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു ധർമ്മപ്രകാരം ഓരോരുത്തർക്കും അവരൊരു സമാധിയാകുവാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മനസ്സിലാക്കണം. ഒരാൾ സമാധിയാവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ്? നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊണ്ട് എൻ്റെ അച്ഛന് കയറി ഇരിക്കാൻ പറ്റുമോ? സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് ആവശ്യം. ഒരു ഏകാഗ്രത ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സമാധി ഇരിക്കാൻ പറ്റത്തില്ല. ഈ നാട്ടുകാരെല്ലാം കൂടെ, ഇത്രയും പ്രശ്നമുള്ള നാട്ടുകാർ, ഇത്രയും അലിമ്പ് നാട്ടുകാർ, പിന്നെ ഇവിടെ വന്ന് അച്ഛൻ സമാധിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ?
ഇത് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ എന്ത് ചെയ്ത് ഒരിക്കലും അങ്ങനെ സമാധി സമയം എൻ്റെ സമാധി ഒരിക്കലും ഭംഗപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു അത് തന്നെ ഒരു ഡോക്ടർ പറഞ്ഞുതരാം, ഒരു ഡോക്ടറെ വന്ന് വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവർ വന്ന് ആ ദർശനം കാണാൻ പാടില്ല. ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സമാധി സമയം. അവർ വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, തൊടാൻ പാടില്ല. അത് അത്ര ചൈതന്യമാണ് സമാധി. ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്, യോഗീശ്വരനാണ്. ഇന്ന് എനിക്ക് അച്ഛനെന്ന് പറയാനും പറയാൻ പറ്റില്ല. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ്. ആ ഈശ്വരനെയാണ് ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്. അപ്പോൾ അച്ഛൻ അവിടെ വന്നിരുന്ന് സമാധിയിൽ ധ്യാനത്തിൽ ആ ശരീരത്തിൻ്റെ 6 ആധാര ചക്രങ്ങൾ നടത്തി കുണ്ടലിനി ശക്തികളെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്നും ഇന്നത്തെ ശാസ്ത്രലോകത്തിനൊന്നും ഇനി കണ്ടുപിടിച്ച് ഇനി വരുമ്പോൾ ഇനി ഈ പറയണ കേട്ട് കഴിഞ്ഞ് ഇന്ന് ലോകത്ത് ഇനി ആരും സമാധി ആവൂലല്ലോ. ഇനി സന്യാസിമാർ എന്തിനും സമാധി ആവാതെ വെറുതെ കൊണ്ടുവന്ന് ഒരാളെ പിടിച്ചുകൊണ്ടൊന്ന് അങ്ങ് ഇരുത്തിയ സമാധിയാവോ? ഇല്ല. ആ സമാധിയായി കുണ്ടലിനി ശക്തികൾ ഉണർത്തി അച്ഛൻ 6 ആധാര ചക്രങ്ങൾ ഉണർത്തി ഓരോ ജീവകലകളും ഉണർത്തി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അത് തന്നെ ചെയ്ത് സമാധിയിൽ എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയല്ല, തൻ്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. ഇയാൾ ഈ പറഞ്ഞതിലെ അടുത്ത മിസ്റ്റേക്ക് 6 ആധാര ചക്രം. ശരിക്കും എത്ര ചക്രമുള്ള? 7 ചക്രമുള്ള 7 ആധാര ചക്രം. ഞാൻ നമ്മുടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. 7 ആധാര ചക്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതെന്നെ തെറ്റി. അതെവിടെ 6ആണ്. അതും തന്നെ മനസ്സിലായി ഇയാൾക്ക് ഒരു ചുക്കും മുല്ലാപ്പും അറിയില്ല എന്നുള്ളത്. അപ്പം പിന്നെ അച്ഛൻ ഈ പറഞ്ഞ് ഇയാൾ 6, അപ്പോൾ 7ാമത്തെ എന്താ അച്ഛൻ വിഴുങ്ങിയ അല്ലെങ്കിൽ ഇയാൾ വിഴുങ്ങിയ? ഇനി അറിയാൻ പാടില്ലടി. ഞാനെടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് 7 ആധാര ചക്രങ്ങളാണ് എനിക്ക് പേഴ്സണലി കാണാൻ കഴിഞ്ഞത്. കുണ്ടലിനി ശക്തി ഉണർത്തി 7 ആധാര ചക്രങ്ങളിൽ ആണ് ലയിച്ച് ഏതിലെത്തണ്ടേ? ബ്രഹ്മത്തിൽ എത്തേണ്ടത്. ഇത് 6 മാത്രം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എങ്ങനെ ബ്രഹ്മത്തിൽ എത്തിയോ അതോ അച്ഛനെ ബ്രഹ്മത്തിൽ കൊണ്ടുപോയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. എന്താണെങ്കിലും ഈ സമാധിയിലുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അശുഭ സമയത്ത് ഒരാളും സമാധിയിൽ ചെല്ലില്ല. ഇവൻ പറഞ്ഞ മാതിരി 6 ആധാര ചക്രമല്ല ഉള്ളത്, 7 ആധാര ചക്രമുള്ള. അതൊക്കെ ഇവൻ പറയുന്നത് റോങ് ആണ്. ഈ ഞാൻ പറഞ്ഞ ഒരു സിദ്ധൻ ബ്രഹ്മത്തിലേക്ക് അലയുമ്പോൾ ശുഭസമയം തെറ്റാണ്, അശുഭ സമയമാണ്. 2 കുംഭമേള, അതും മഹാകുംഭമേള നടക്കുന്ന സമയമാണ്. 13-ാം തീയതിയാണ് കുംഭമേളയുടെ ഡേറ്റ് ഉള്ളത്. മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള ജനുവരി 13-ാം തീയതി നടക്കുമ്പോൾ ശിവഭക്തനായിട്ടുള്ള ഒരാൾ ആ ടൈമിലായിരിക്കും സമാധി ആവുന്നത്. എന്നാലേ അയാൾക്ക് ബ്രഹ്മത്തിലേക്ക് അലിയുമ്പോൾ അതിന് പുണ്യം കിട്ടും, ഒരു എക്സ്ട്രാ പുണ്യം. അല്ലാതെ ഒരിക്കലും മഹാകുംഭമേളയുടെ സമയം ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ ഇയാൾ പോയിട്ട് 2 ദിവസം 3 ദിവസം മുമ്പ് പോയിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും ബ്രഹ്മത്തിലേക്ക് അരിഞ്ഞ് വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ലീഡ് കൂടി ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ. എനിക്കിതൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻസും കാര്യങ്ങളും മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്കും ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഇങ്ങനത്തെ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് അറിയുന്നവർ ഉണ്ടാവും എൻ്റെ വ്യൂവേഴ്സിൽ. നിങ്ങൾക്ക് എന്നെ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. എനിക്കെന്തോ ഇത് കണ്ട മുതലേ എനിക്കിത് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പേരോട് ഡിസ്കസ് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ തപ്പിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ വ്യൂവേഴ്സിനോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡീറ്റെയിൽ ആയിട്ട് നാളെ പറയാം. ഇന്നിപ്പോൾ ഇത് പറഞ്ഞാൽ വരിഞ്ഞു പോകും. എന്തായാലും ഇവൻ പറഞ്ഞ കാര്യത്തിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ണുറച്ച് വിശ്വസിക്കേണ്ട, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോയിരുന്നിട്ട് സ്വയം ഇയാളിത് ചെയ്തു, അല്ലെങ്കിൽ സ്വയം ഇയാൾ വലിയൊരു സിദ്ധനാണ്, ഇയാൾ സമാധി ആയെന്നുണ്ടെങ്കിൽ പിന്നെ മോനെ ആ ബോഡി എടുത്തിട്ട് പഠിക്കാൻ കൊടുക്കേണ്ടി വരും മോഡേൺ സയൻസ്. എന്താണെങ്കിലും നാളെ അമ്മ സംസാരിക്കുന്നതും ചൂടിനെക്കുറിച്ചും ശരീരത്തിൻ്റെ ഉള്ളിൽ വെളിച്ചം വന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വേറെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചക്രങ്ങളുടെ എണ്ണം പറഞ്ഞത് മകൻ തെറ്റാണ്, ബോഡി ചക്രാസ് തെറ്റാണ് പറഞ്ഞത്. അശുഭ സമയത്താണ് അച്ഛൻ പോയിരുന്നത്. ഒരിക്കലും ഒരു ജ്ഞാനി, ഒരു ബ്രഹ്മത്തിൽ അലിയാൻ പോകുന്ന ഒരാൾ ഒരു കാരണവശാലും സമാധി ആവാൻ അശുഭ സമയം തിരഞ്ഞെടുക്കില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്.